ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾ ഇൻ ഓൾ യുക്കയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു കിടിലൻ ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് തമ്മിലിൽ തന്നെ നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വീഡിയോയിലോട്ട് കിടക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ ക്ലിയർ ആക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഈ ഇൻഫർമേഷൻ നെറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആയിരുന്നു. പക്ഷേ ഞാനത് ഒരു യൂണിവേഴ്സിറ്റി വിളിച്ച് ആ കോഴ്സിൻ്റെ ജെനുവിനിറ്റിയും കാര്യങ്ങളൊക്കെ ഉറപ്പാക്കിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ ആയിട്ട് വരുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെയും റിക്രൂട്ട്മെൻറ്റ് ഏജൻറ്റ് ഒന്നുമല്ല ഞാൻ. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതാത് യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ വിളിച്ച് അന്വേഷിച്ച് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള കോഴ്സാണ് എന്ന് എൻഷുർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളിത് ഈ കോഴ്സ് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പ്രൊസീഡ് ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കോഴ്സിൻ്റെ പേര് MSc പ്രീ രജിസ്ട്രേഷൻ നേഴ്സിംഗ് എന്നാണ്. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കോഴ്സാണ്. ഞാനും വളരെ റീസെൻ്റ് ആയിട്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ് UK അവൈലബിൾ ആണെന്ന് അറിഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് ഈ കോഴ്സ് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് ആദ്യം നോക്കാം. സോ നിങ്ങൾക്ക് പേരിൽ തന്നെ മനസ്സിലായി കാണും, ഇതൊരു MSc ആണ്, അതായത് മാസ്റ്റേഴ്സ് ആണ്. സോ ഈ കോഴ്സിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു ഡിഗ്രി, ബാച്ചിലർ ഡിഗ്രി എങ്കിലും ഉള്ളവർക്ക് മാത്രമേ ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു സംശയം വരാൻ ചാൻസ് ഉണ്ട്, ഡിഗ്രി ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സോ ഉത്തരം യെസ് എന്ന് തന്നെയാണ്. ഡിഗ്രി ഉള്ള എല്ലാവർക്കും ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാം. പക്ഷേ ദർ ഈസ് സെർട്ടൻ കണ്ടീഷൻസ്. നിങ്ങൾ നേഴ്സിംഗ് ഫീൽഡിലോ അല്ലെങ്കിൽ മെഡിക്കൽ ഏതെങ്കിലും ഫീൽഡിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിന് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്കൊരു നോർമൽ ഡിഗ്രി ആണുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണുള്ളത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രൊഫഷണൽ ഡിഗ്രി ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മിനിമം 450 അവേഴ്സ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങൾക്ക് മറ്റൊരു സംശയം വന്നതാണ്, ഈ മെഡിക്കൽ ഫീൽഡിൽ ഡിഗ്രി ഇല്ലാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ ആ ഫീൽഡിൽ കൺസേൺ ഫീൽഡിൽ പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് വന്നു കാണും അല്ലേ. സോ എനിക്കും ഈ ഒരു സംശയം ഉണ്ടായിരുന്നു. ഞാനപ്പം ആ കാര്യം ഞാൻ വിളിച്ച യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നിങ്ങൾക്ക് കസ്റ്റമർ കെയറിലോ അഡ്മിനിലോ എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു 450 അവേഴ്സിൽ കൺസിഡർ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് കരുതി മറ്റൊരു യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. സോ ഈ ഒരു കോഴ്സിന് ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത് നിങ്ങളൊരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് HCA ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഹോസ്പിറ്റലിൽ കസ്റ്റമർ കെയറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റൽ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതേ ഫീൽഡിൽ 450 മണിക്കൂറുകൾ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ കോഴ്സിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം അവരെന്നോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൈൻഡ് ഓഫ് വോളണ്ടിയർ വർക്കിലാണ് ഈ ഒരു 450 അവേഴ്സ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതും അവർ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് ഡിഗ്രി വിത്ത് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ്, അത് ഡയറക്റ്റ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വേണമെന്നില്ല, കെയറിങ് എക്സ്പീരിയൻസ് വേണമെന്നില്ല, ഏതെങ്കിലും തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഓൺലി തിങ്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അത് അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ വിളിച്ച് ചോദിച്ചത് കോവൻട്രി യൂണിവേഴ്സിറ്റിയിലായിരുന്നു. സോ അവരത് എടുക്കുമെന്ന് പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ വിളിച്ച് ചോദിച്ച് എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് അവർ ഈ 450 അവേഴ്സിൽ കവർ ചെയ്യുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ പ്രോസസ്സിലോട്ട് കിടക്കുക. ഇനി മറ്റൊരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, ഞാൻ ഈ 450 എന്ന് എടുത്ത് പറഞ്ഞത് കോവൻട്രി യൂണിവേഴ്സിറ്റിയിലെ കാര്യം മാത്രമാണ്. പല യൂണിവേഴ്സിറ്റിയിലും അത് പല അവേഴ്സാണ് അവർ ചോദിക്കുന്നത്. ചിലത് 450 ചോദിക്കുന്നുണ്ട്, ചിലത് 550 ഉണ്ട്, ചിലത് 600 ഉണ്ട്, അതിന് മേലിൽ അവേഴ്സ് ചോദിക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. സോ ഇത്തരം കാര്യങ്ങളെല്ലാം അതാത് യൂണിവേഴ്സിറ്റികളിൽ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഈ ഒരു കോഴ്സിൻ്റെ ഫീസ് സ്ട്രക്ചറിലേക്ക് വരുമ്പോഴത്തേക്കിന് നോർമലി UK ഉള്ളവർക്ക് അത് പറഞ്ഞത്, അതായത് UK സ്റ്റുഡൻസിന് അവർ പറയുന്നത് അറൗണ്ട് 9,000 pounds പെർ ഇയർ ആണ്. ബാക്കിയുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അറൗണ്ട് 15,000 to 16,000 pounds പെർ ഇയർ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനൊരു കാര്യം, എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇപ്പം നമ്മൾ UK വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നമ്മൾ 3 വർഷമായിട്ട് അല്ല 5 വർഷമായിട്ട് UK വർക്ക് ചെയ്യുന്ന ആൾ, ഈ കെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, മേ ബി പല ഡിപ്പെൻഡൻറ്റ് വിസയിലോ വേറെ ഏതെങ്കിലും വിസയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെ UK സ്റ്റുഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചിരുന്നു. പക്ഷേ ആ ചോദ്യത്തിന് എനിക്ക് കൃത്യമായിട്ടൊരു ആൻസർ തന്നില്ല. അവരെന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവരൊരു പ്രീ അസസ്മെൻറ്റ് ചെക്ക് നടത്തും. ആ പ്രീ അസസ്മെൻറ്റ് ചെക്കിന് അനുസരിച്ചിട്ടായിരിക്കും അവർ ഈ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ വരുന്നവരെ UK സ്റ്റുഡൻ്റ് ആയിട്ട് കാണണോ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് കാണണോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. സോ ഞാനിത് എടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ഡിഗ്രി ഉള്ള നാട്ടിൽ ഇന്ത്യയിൽ ഡിഗ്രി ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് ഒരു കോഴ്സിന്
പഠിക്കാൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പാലിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നത്. ചില യൂണിവേഴ്സിറ്റികൾ ഈ കോഴ്സിലേക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ മെജോറിറ്റി ഓഫ് യൂണിവേഴ്സിറ്റീസും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫീസ് സ്ട്രക്ചർ കൂടുതലാണ്. ഈ ഒരു പർട്ടിക്കുലർ കോഴ്സ് എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾ, അതായത് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് പല പല ഡിഫറെൻറ്റ് ജോലികൾ ചെയ്തിട്ടുള്ളവർ, അതായത് സെയിൽസിലുണ്ടായിരുന്നവർ, എഞ്ചിനീയേഴ്സ് ആയിട്ടുണ്ടായിരുന്നവർ, അങ്ങനെ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ജോലി ചെയ്തിട്ടിരുന്നവരെല്ലാം യു കെയിൽ വന്നിട്ട് ഒരുപാട് പേര് കെയർ ഹോമുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഹോസ്പിറ്റൽസുകളിൽ HC ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. സോ അവരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇനി അവർക്കൊരു ഫർദർ കരിയർ പ്രോഗ്രഷൻ ഇല്ല എന്നുള്ളതാണ്. അതേസമയം നേഴ്സുമാർക്കാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം എക്സാം എഴുതിയിട്ട് അവർക്ക് നേഴ്സായിട്ട് മാറാം. ഈവൻ അവർ ജോലി ചെയ്യുന്ന HC ആയിട്ടാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അത്തരത്തിൽ ഇനിയൊരു കരിയർ പ്രോഗ്രഷൻ ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കാണ് ഈ കോഴ്സ് ഏറ്റവും അടിപൊളി ഒരു ഓപ്ഷനായിട്ട് മാറുന്നത്. അവർക്ക് 2 വർഷം കൊണ്ട് ഈ ഒരു 450-500 അവേഴ്സ് തികച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കേവലം 2 വർഷം കൊണ്ട് യു കെയിൽ ഒരു നേഴ്സായിട്ട് മാറാൻ പറ്റും. കാര്യം നമുക്കറിയാം യു കെയിൽ നേഴ്സിൻ്റെ സാലറിയും കാര്യങ്ങളും കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡിപ്പെൻസിനെ കൊണ്ടുവരണമെങ്കിൽ എല്ലാം നേഴ്സാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഹ്യൂജ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു കിടിലൻ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് HC ആയിട്ടോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഈ പറയുന്ന അവേഴ്സ് തികച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം കൊണ്ട് നേഴ്സായിട്ട് മാറാം. അതാണ് എനിക്ക് ഈ കോഴ്സിനകത്ത് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ കാര്യം. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ യു കെയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് HC ആയിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ കെയർ വർക്കർ വിസയിൽ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ ഇമിഗ്രേഷൻ റൂൾസൊക്കെ വന്നതോടുകൂടി കെയർ വർക്കർ വിസയിൽ വരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇൻ കേസ് വന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫാമിലി കൊണ്ടുവരാൻ പറ്റത്തില്ല, ഐ മീൻ ഡിപ്പെൻസിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല, ഡിപ്പെൻഡൻറ്റ് വിസയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾ കെയർ വർക്കർ വിസയിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഹ്യൂജ് എമൗണ്ട് നിങ്ങൾക്ക് ഏജൻസികൾക്ക് ചിലവാക്കാൻ കേപ്പബിലിറ്റി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കും ഇതൊരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. കാരണം നിങ്ങളും 2 വർഷം കൊണ്ട് ഇവിടെ വന്നൊരു കോഴ്സ് പഠിച്ചാൽ 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് യു കെയിൽ നേഴ്സായിട്ട് മാറാം. അതൊരു കിടിലൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേനും ഞാൻ യൂണിവേഴ്സിറ്റി വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, ഇത് മെജോറിറ്റി ഓഫ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോഴ്സാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനായിട്ട് ഉള്ള അവസരങ്ങൾ അവിടെ കിട്ടുന്നുണ്ട്. കാരണം ഓൺലൈനാണ്, ബാക്കി പാർട്ട് ടൈം വർക്ക് ചെയ്യാനായിട്ടുണ്ട്, അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഈ കോഴ്സിനകത്ത് വരുന്നുണ്ട്. സോ ഇതൊരു ഫുൾ ടൈം കോഴ്സാണ്. ഒരിക്കലും ഈ കോഴ്സ് ഒരു പാർട്ട് ടൈം അല്ല, നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങൾക്ക് കെയർ വർക്കർ വിസയിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏജൻസികൾക്ക് കാശ് കൊടുക്കാൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതൊരു കിടിലൻ ഓപ്ഷനായിരിക്കും ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എങ്ങനെയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഒന്നും നോക്കണ്ട, നേരെ നമ്മുടെ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തതിന് ശേഷം അവിടെ MSc പ്രീ രജിസ്ട്രേഷൻ നേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. സോ ഞാനിത് ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്കത് ഓൾറെഡി അവിടെ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു വലിയ ലിസ്റ്റ് കിട്ടുന്നതായിരിക്കും. ഇപ്പം കോവൻട്രി യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, അതിന് താഴേക്ക് ഡെർബി യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സ് ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ, UK യിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണിത്. അപ്പം അതിൻ്റെ ഒരു ലോങ് ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഏത് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്നത്, നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയാണ് ആപ്റ്റ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനായിട്ടും അവരെ കോൺടാക്റ്റ് ചെയ്യാനായിട്ടും. ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ഇവിടെ കാണിക്കുന്നത് ഡെർബി യൂണിവേഴ്സിറ്റിയുടെ ഈ പർട്ടിക്കുലർ കോഴ്സിൻ്റെ പേജാണ്. സോ അതിനകത്ത് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം അവരിവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻട്രി ക്രൈറ്റീരിയ എന്താണ് അവർ നോക്കുന്നത്, എഡ്യൂക്കേഷൻ വൈസ് നിങ്ങൾക്ക് വേണ്ട ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, എസെൻഷ്യൽ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അതുപോലെ വർക്ക് എക്സ്പീരിയൻസ് വൈസ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്. സോ ഇതിനകത്ത് അവർ എസെൻഷ്യലായിട്ട് പറയുന്നുണ്ട്, ഇവർ നോക്കുന്നത് 800 അവേഴ്സാണ്, 800 മണിക്കൂറുകളാണ് ഡെർബി യൂണിവേഴ്സിറ്റി നോക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ തന്നെ ഈ ഒരു പേജിൽ തന്നെ കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. എല്ലാ യൂണിവേഴ്സിറ്റിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഇവരിവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവർ IELTSൻ്റെ സ്കോർ നോക്കുന്നുണ്ട്, 6.5 ഓർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് വേണ്ടതെന്നുള്ളത്. സോ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ചില യൂണിവേഴ്സിറ്റീസ് ഈ IELTSൻ്റെ സ്കോർ നോക്കുന്നുണ്ട്. സോ അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് ശേഷം മാത്രമേ ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. സോ ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിയുടെ പേജിനകത്താണെങ്കിൽ അവർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്
ഒരു പേജ് ഉണ്ടായിരിക്കും. അതിനകത്ത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എസ്പെഷ്യലി ഈ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ ഓരോ കൺട്രിയിൽ നിന്ന് വരുന്നവർക്ക് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഡിഗ്രികളാണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ ഇങ്ങനെ എന്തെങ്കിലും ഒരു പേജ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആ പേജിനകത്തുള്ള എല്ലാ ക്വാളിഫിക്കേഷനും നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ എല്ലാം നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് എൻഷുർ ചെയ്യണം. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ട് പിന്നെ ഇത് നിർത്തുക എന്ന് പറയുന്നത് നമുക്കും ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.